കോൺഗ്രസ് എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് ഇന്ന് നൽകുമെന്നാണല്ലോ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്ന് തന്നെ ഗവർണർക്ക് സമർപ്പിക്കും എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെയാണല്ലോ സത്യപ്രതിജ്ഞ. സമർപ്പിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് സത്യപ്രതിജ്ഞ ഉണ്ടാകും. സുപ്രധാന വകുപ്പാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ല, വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഒരു തർക്കവുമില്ലാതെ കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ കൊണ്ടുവന്നൊരു ഗവൺമെൻറ്റാണ്. 102 സീറ്റാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചും ജനങ്ങൾ നൽകിയ വൻപിച്ച പിന്തുണയ്ക്കനുസരിച്ചും മെച്ചപ്പെട്ടൊരു ഭരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാമത്. അപ്പോൾ അതുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനും പാർട്ടിയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള ജനതയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഭരണം ഐക്യജനാധിപത്യ മുന്നണി നൽകും. ആ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യങ്ങളാണ് എൻ്റെ താല്പര്യം. അല്ലാണ്ട് എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്ത് എൻ്റെ പാർട്ടിയുടെ താല്പര്യമാണ് എനിക്ക് ഏറ്റവും വലുത്. ഹാപ്പി എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമുക്ക് ഒരു മെച്ചപ്പെട്ട ഗവൺമെൻറ് ഉണ്ടാകണം. ജനവിശ്വാസം നമ്മളോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും അതുകൊണ്ട് തന്നെ യോജിച്ച് മുന്നോട്ട് പോകണം. ഒരു കാലത്തും നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിന് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. നിങ്ങൾക്കറിയാം, വ്യക്തിപരമായ നഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അല്ല ഇവിടെ പ്രശ്നം.